അപ്പോൾ അടുത്ത ദിവസം എത്തി. വീണ്ടും വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും നടന്നില്ല. നല്ലൊരു ട്വിസ്റ്റാണ് ഇന്നുണ്ടായത്. നല്ലൊരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിന്ന് രാവിലെ 8 തൊട്ട് 9, ഞാൻ സാധാരണ ബുക്ക് ചെയ്യാത്തതാണ്, പക്ഷേ എന്തോ അത് ബുക്കായെന്ന് പറഞ്ഞിട്ട് 8 തൊട്ട് 9 ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി. അതായത് ബുക്കായതുപോലെ വന്നിട്ട് എനിക്ക് ഇൻകംപ്ലീറ്റ് ആയി. ഞാൻ 9 to 10 ബുക്ക് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്നങ്ങ് മൊബൈലും കുത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം, ഒരു ജിഗ് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. എണീറ്റത് 12 മണിക്ക്. കാരണം കഴിഞ്ഞ 4 ദിവസമായിട്ട് അടുപ്പിച്ച് ഓടയല്ലേ. അപ്പോൾ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. എണീറ്റത് 12 മണിക്ക്. അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ 10 to 11 ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്ന ഒന്നും മനസ്സിലാവില്ല. 10 to 11 ബുക്ക് ചെയ്തിട്ടില്ല. 11 to 12, 12 to 2 ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റത് 12:30 അടുപ്പിച്ചായി. അപ്പോൾ അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ 11 to 12, 12 to 2 എനിക്ക് ഇൻകംപ്ലീറ്റ് ആയി. ഇൻകംപ്ലീറ്റ് ആയെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന 10 to 11 ഞാൻ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ 9 to 10 കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ഓഫ്ലൈൻ ആയിട്ട് പിന്നെ ഈ പറയുന്ന 11 to 12 ആയ സമയത്ത് എനിക്ക് ലോഗിൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർമ്മിച്ചില്ല, ഞാനിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. കോപ്പ് ഒടുക്കം 12:30 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് ഫോണിൽ നോക്കണം. ഇതുവരെ ഓർഡർ ഒന്നും അടിച്ചില്ല. ഇത്രയും താമസിക്കില്ലല്ലോ, സാധാരണ ഓർഡർ അടിക്കും 10 മണിയൊക്കെ കഴിയുമ്പോൾ. എന്തു പറ്റി ഓർഡർ അടിക്കാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് 3 ജിഗ് ഇൻകംപ്ലീറ്റ്. ഞാൻ കിളി എൻ്റെ ഡെയിലി ഇൻസെൻറ്റീവ് പോയി. 3 ജിഗ് ഇൻകംപ്ലീറ്റും ആയി. ഞാൻ ആകെ സത്യം പറഞ്ഞാൽ ഇന്ന് അത്യാവശ്യം സൊമാറ്റോ ഓഫറൊക്കെ ഇട്ടേക്കുന്ന സമയമായിരുന്നു. എൻ്റെ സ്റ്റാറും പോയി, എല്ലാം പോയി. അപ്പോൾ ടോട്ടലി ഞാൻ വിഷമിച്ചു. പിന്നെ 2 to 3 ഓണാക്കി. അതൊരു ഓർഡറും അടിച്ചില്ല, കാരണം അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ പാർട്ട് ടൈം കാർഡ് ആയതുകൊണ്ട് എനിക്ക് വൈകുന്നേരം ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു നെഗറ്റീവായൊരു സംഭവം നടന്നാലും നമുക്ക് അവിടെ ഒരു ചെറിയ പോസിറ്റീവ് കണ്ടെത്താം എന്ന് വിചാരിക്കുന്ന ലെവലിൽ ഞാൻ ബാക്കി എന്തായാലും ഇറങ്ങാതിരിക്കുന്നേക്കാളും നല്ലതാണ്. വൈകുന്നേരം ഇറങ്ങി ഒരു 300 എങ്കിൽ 300 നമുക്ക് ഏൺ ചെയ്യാം. പിന്നെ 250 രൂപ അവർ 7 ഓർഡർ എടുത്താൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7 ഓർഡറിന് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വൈകുന്നേരം ഇറങ്ങി. സോ ടോട്ടൽ പേയ്മെൻറ്റ് 630 രൂപ കിട്ടി. അതായത് ഒരു ഫുൾ ഡേ ഇറങ്ങുന്ന കണക്ക് വൈകുന്നേരം ഇറങ്ങി മാത്രം 630 രൂപ കിട്ടി. എൻ്റെ റീസെൻ്റായ കമൻറ്റിൽ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം മാത്രം ഇറങ്ങിയാൽ പേയ്മെൻറ്റ് കിട്ടുമെന്ന്. ബ്രോ കിട്ടും, വൈകുന്നേരം മാത്രം ഇറങ്ങിയാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിരിക്കും, 500 രൂപയ്ക്കകത്തേ കിട്ടുള്ളൂ. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ഓഫർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 650 700 മാക്സിമം, അതിനപ്പുറം ഒരിക്കലും പോകത്തില്ല. 300 400 ആവറേജ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോ ഈ പറഞ്ഞ റാങ്ക് ബേസിലാണ് മെയിൻലി ഓർഡേഴ്സ് തരുന്നത്. അല്ലെങ്കിൽ സിറ്റിയിൽ നല്ല ഓർഡേഴ്സ് വേണം. നമുക്ക് ഈ പറയുന്ന ബ്ലൂ, ബ്രോൺസ്, ഡയമണ്ട്, സിൽവർ ഇങ്ങനെ റാങ്കുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ഡയമണ്ടാണ്. അപ്പോൾ ഈ റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം 7 മണിയും ഈ പറയുന്ന ഉച്ചയ്ക്ക് 12 to 2, വൈകുന്നേരം 7 to 9 ഈ 2 സമയവും നമുക്ക് ലോഗിനായിട്ട് സ്റ്റാർ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ആ സ്റ്റാർ ഒന്നാമത്തെ മാൻഡേറ്ററി ആയ കാര്യം. പിന്നെ ബാക്കി നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയം, ഡിനേൽ ചെയ്യാത്തത്, പിന്നെ ലാസ്റ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ജിഗ്ഗുകൾ എത്ര കറക്റ്റായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ അനുസരിച്ചിരിക്കും നമുക്ക് ബ്ലൂ, ബ്രോൺസ്, സിൽവർ, ഡയമണ്ട് എത്തുന്നത്. അപ്പോൾ ഇതിൽ ഡയമണ്ട് എത്തുന്നവർക്ക് സൊമാറ്റോ തന്നെ സിറ്റിയിൽ വരുന്നതിൻ്റെ 50% ഓർഡർ ഡയമണ്ടിന് മാറ്റി കൊടുക്കുന്നു എന്ന് അവരുടെ FAQയിൽ അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഡയമണ്ട് ആയില്ല എന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് സിൽവർ പോലും ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റിംഗ് ടൈം വരും. ബ്രോൺസൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നമ്മൾ ബ്രോൺസിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടേ അവർ ഓരോ ഓർഡർ തരത്തുള്ളൂ. ബ്ലൂ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സോ അതെല്ലാം അനുഭവിച്ചതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ സൊമാറ്റോയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് അടിച്ചൊരു ഓർഡർ ക്യാൻസലായി. അതായത് എന്നെ കളിപ്പിക്കാൻ കാണിച്ചതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. എന്നെ കളിപ്പിക്കാനായിട്ട് ഒരു പുള്ളി ചെയ്തതാണ്. അതായത് പുള്ളി ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കാം. പുള്ളി പറയുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഓർമ്മിക്കാതെ ഓർഡർ ചെയ്തു, മാറിപ്പോയി, അഡ്രസ്സ് തെറ്റിപ്പോയി. അഡ്രസ്സ് വന്നത് നമ്മുടെ നേമം ശാന്തിവളയിൽ. ബാംഗ്ലൂർ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഹാത്തിം കഫേന്ന് ഈ പറഞ്ഞ അഡ്രസ്സ് തെറ്റി ഓർഡർ ചെയ്യുന്നത്? എന്നിട്ട് പറയുന്നു മൊബൈൽ നമ്പർ കയ്യിലില്ല, വൈഫൈ മാത്രമേ കയ്യിലുള്ളൂ, സോ കോളൊന്നും വിളിക്കാൻ പറ്റത്തില്ലെന്ന്. സോ
ഞാൻ അവിടെ ട്രാപ്പ് കൊടുക്കാം. പിന്നെ കസ്റ്റമർ കെയറിനെ വിളിച്ചു കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. കസ്റ്റമർ കെയറിന് ആ ഒരു കസ്റ്റമറിനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ അവരവിടുത്തെ ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷേ സൊമാറ്റോയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പണ്ടാണെങ്കിൽ ആ ക്യാൻസൽ ചെയ്ത ഓർഡർ ഹോട്ടലുകാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടും, നമുക്കെടുക്കാം. പക്ഷേ ഇപ്പോൾ സൊമാറ്റോയുടെ ഇതെന്ന് പറയുന്നത് ആ ക്യാൻസൽ ചെയ്ത ഓർഡർ അവർ പുതിയ ഓർഡറായിട്ട് വേറൊരു കസ്റ്റമറിനെ സെർച്ച് ചെയ്യും, ഒരു 15 മിനിറ്റത്തെ ടൈമർ റണ്ണായിട്ട്. സോ വളരെ ഫാസ്റ്റായിരുന്നു ഇന്നത്തെ കാര്യം. അതായത് ക്യാൻസലായി ഒരു 2 മിനിറ്റ് പോലും ആവും മുമ്പേ പുതിയൊരു കസ്റ്റമറിനെ അത് സെലക്ട് ചെയ്തു. ആ കസ്റ്റമറിന് ആ ഓർഡർ എനിക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ആ ഓർഡർ കൊണ്ടുപോയി ആ കസ്റ്റമറിന് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രോ ഇത് എത്ര രൂപയ്ക്ക് കിട്ടി? അതെനിക്കൊരു 105 രൂപയ്ക്ക് ഓർഡർ കിട്ടിയെന്ന്. 230 രൂപയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറിക്ക് വന്ന ഓർഡർ സൊമാറ്റോ 105 രൂപയ്ക്ക് മറ്റൊരു കസ്റ്റമറിന് കൊടുത്തു. കാരണം സൊമാറ്റോയ്ക്ക് ഓൾറെഡി ആ ഒരു ഓർഡറിൻ്റെ പേയ്മെൻറ്റ് ഹോട്ടലുകാരന് കൊടുക്കണം. എനിക്ക് തന്നാലും അല്ലെങ്കിൽ അത് തിരിച്ച് ആ റെസ്റ്റോറൻറ്റിൽ കൊടുത്താലും സൊമാറ്റോയ്ക്ക് ആ ഒരു പേയ്മെൻറ്റ് ഹോട്ടലുകാർക്ക് തന്നെ അത് കൊടുക്കണം. കാരണം ഹോട്ടലിന് അത് ഒരു ഓർഡറായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പകുതി വിലയെങ്കിൽ പകുതി വില ആ ഫുഡ് ഏതെങ്കിലും ഒരു കസ്റ്റമറിന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇവർ കൊടുത്തു വരുമ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ മേ ബി ഒരു വർഷം 6 മാസം ഒരു 2 വർഷമൊക്കെ ആകുമ്പോൾ ഇത് നോർമലായിരിക്കും. അപ്പോൾ ഈ ക്യാൻസൽ ആവുന്ന ഓർഡർ ഈസി ആയിട്ട് അവർ വേറൊരു ഇതായിട്ട് ഡ്രാഗ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ അവരിപ്പോഴേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് അത് പുതിയ ചെയ്യുവാണ്. ബ്രില്യൻ്റ് ഐഡിയ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു റൈഡറിൻ്റെ കയ്യിലിരിക്കുമ്പോൾ വെയിറ്റിംഗ് ടൈമും ഇല്ല, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യാം. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഓർഡർ, ക്യാൻസലായ ഓർഡർ അടുത്ത കസ്റ്റമറിന് എനിക്ക് വരുന്നു, ഞാൻ ലൊക്കേഷൻ വരുന്നു, 10 മിനിറ്റിനകത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നു, സൂപ്പർ ഫാസ്റ്റ് ഡെലിവറി അവിടെ നടക്കുകയും ചെയ്യും. ബ്രില്യൻ്റ് ഐഡിയ. എനിക്ക് ആ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ബ്രേക്ക് ഡൗണിലോട്ട് പോകാം. 11:58 ആയിട്ടുണ്ട് സമയം. 2 മിനിറ്റ് മുമ്പ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ റീസെറ്റ് ആവും. ഇന്ന് ഞായറാഴ്ചയാണ്. സോ ഞായറാഴ്ചയാണ് എല്ലാം റീസെറ്റ് ആവുന്നത് 12 മണിയാകുമ്പോൾ. 4700 രൂപ ടോട്ടൽ പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ താങ്ക്സ് ടു സൊമാറ്റോ. പിന്നെ 330 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഈ വീക്കിൽ ഞാൻ 5000 രൂപ കവർ ചെയ്തു. 5 ദിവസം ഇറങ്ങിയിട്ടാണ്, 2 ദിവസം ലീവ് എടുത്ത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നും കുറച്ചുകൂടെ ഒന്ന് ഞാൻ നേരമണ്ണ ഇറങ്ങിയെങ്കിൽ എനിക്ക് അറൗണ്ട് ഒരു 6000 രൂപ ഉറപ്പായിട്ടും പേയ്മെൻറ്റ് കിട്ടിയേനെ. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ അങ്ങനെയാണ് പിടിച്ചത്. കഴിഞ്ഞ ആഴ്ച അറൗണ്ട് 4 ദിവസം ഇറങ്ങിയിട്ടാണ് നമ്മൾ 5000 രൂപ പേയ്മെൻറ്റ് പിടിച്ചത്. 5 രൂപയ്ക്ക് മുകളിൽ പോയി 4 ദിവസം ഇറങ്ങിയിട്ട് ഈ ആഴ്ച 5 ദിവസം ഇറങ്ങിയിട്ടാണ് 5000 രൂപ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ആഴ്ച പിടിക്കാം. അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തന്നെ വീണ്ടും 2 ദിവസം പണി വരുമെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ ഇന്ന് നമുക്ക് 630 രൂപ കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഡിന്നറിൻ്റെ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് വന്നിട്ടുള്ളത്. 7 ഓർഡറിന് 250. ഞാൻ ടോട്ടലി 9 ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ രാവിലത്തെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം 375 കിട്ടിയനെ. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഉറങ്ങിപ്പോയത് കൊണ്ട് അത് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ജിഗ് ഹിസ്റ്ററി. സോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ 8 to 9 എങ്ങനെ ബുക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. 9 to 10 ആസ് യൂഷ്വൽ നോർമലി എപ്പോഴും ബുക്ക് ചെയ്യും പോലെ ബുക്ക് ചെയ്ത് വെച്ചു. 10 to 11 ഇല്ലാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക് ഓഫ്ലൈനായി. 11 to 12, 12 to 2 ഇൻകംപ്ലീറ്റ് ആയി. പിന്നെ 2 to 3 ഞാൻ ഓണാക്കി വെച്ചു. 6 to 7 ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം വൈകുന്നേരം മാത്രം ഇറങ്ങണതിന് പിന്നെ എന്തിനാണ്. സോ അപ്പോൾ വൈകുന്നേരം ഈ പറഞ്ഞ 7 to 12 മണി വരെ, അതായത് 12-ൽ എനിക്ക് 10 to 11 വരെ ആ ഒറ്റ ഓർഡർ ക്യാൻസലായ ഓർഡർ കൊടുത്തതാണ്. അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും കിട്ടിയിട്ടില്ല. 12 മണി ആയിട്ടുണ്ട്. ഇതിപ്പോൾ റീസെറ്റ് ആവും. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ ട്രിപ്പും കൊടുത്ത് നോക്കാം. സോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തേക്ക് കുഴപ്പമില്ല, കാരണം വൈകുന്നേരമാണ് ഇറങ്ങിയത്. വൈകുന്നേരം 7:28 ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് 50 കിലോമീറ്റർ, 50 അല്ല ഒരു 65 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സോ 65 കിലോമീറ്ററിൽ അറൗണ്ട് 630 രൂപ എന്ന് പറയുന്നത് അത് അടിപൊളിയാണ്. കാരണം എനിക്ക് അറൗണ്ട് CNG 55 രൂപ, 50 രൂപ, അല്ലെങ്കിൽ 60 രൂപ വെച്ചോ, 60 രൂപയ്ക്കകത്ത് CNG ആയിട്ടുള്ളൂ. അപ്പോൾ അറൗണ്ട് 600 രൂപ കിട്ടി. എനിക്ക് ഇന്ന് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ പുള്ളിക്കാരൻ എനിക്ക് പണി തന്നത്. സോ 10:46 അടിച്ച ഓർഡർ പിന്നെ മറ്റൊരു വ്യക്തി കിട്ടി. ഇത് നമുക്ക് 2 ഓർഡറായിട്ട് കണക്കാക്കും. ഇത് രണ്ടും കൂടെ ഇതിവിടെ മൾട്ടി വരുമ്പോൾ നിങ്ങൾ 3 ഓർഡറായിട്ട് കണക്കാക്കുമെന്ന് വിചാരിച്ചാൽ തെറ്റി. 3 അല്ല, 2 ഓർഡറായിട്ട് കണക്കാക്കും. കറക്റ്റ് 2 ഓർഡറായിരിക്കും. അപ്പോൾ ടോട്ടൽ 9 ഓർഡർ. സൊമാറ്റോ റീസെറ്റ് ആയോ? യെസ്, റീസെറ്റായി. എല്ലാം റീസെറ്റായി. ഈ സമയത്ത് ദുരന്തമായിരിക്കും. കാരണം 3425 ഇത് ഈ പേയ്മെൻറ്റ് കറക്റ്റ് അല്ല. കാരണം ഇതെല്ലാം ഇവിടെ ഇതാണ്. കാരണം ഇൻസെൻറ്റീവ് ഒന്നും ആയിട്ടില്ല. ഇൻസെൻറ്റീവ് ഒക്കെ 0 ആണ് കാണിക്കുന്നത്. കാരണം ഇത് രാത്രി ആയതുകൊണ്ടാണ്. ഓർഡറൊക്കെ കറക്റ്റ് ആയിരിക്കും, ഇൻസെൻറ്റീവ് ഒന്നും കാണിക്കത്തില്ല. ഇനി നാളെ രാവിലെ ആകുമ്പോഴേ കറക്റ്റ് ആവത്തുള്ളൂ. ഇനി ഒരു സർപ്രൈസും കൂടെ എനിക്ക് കാണിക്കാറുണ്ട്. എന്നെ വീണ്ടും പിടിച്ച് ഫുൾ ടൈമിലിട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഫുൾ ടൈം കാർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നെക്സ്റ്റ് വീക്കല്ല, മൺഡേ എന്ന് പറയുന്ന മൺഡേ ഓഫർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് ഫുൾ ടൈം കാർഡ്. സോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് സൊമാറ്റോയ്ക്ക് ഉള്ളതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാർഡ്. എന്ന് വെച്ചാൽ ഫുൾ ഇറങ്ങി നിന്ന ഒരു ദിവസം 2000-2300 രൂപയൊക്കെ അടുപ്പിച്ച് അടിക്കാൻ പറ്റുന്ന കാർഡ്. അതായത് 25-26 ഓർഡർ എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പോയാലും 1000
1600 രൂപ അല്ലെങ്കിൽ 1400 രൂപയെങ്കിലും നമുക്ക് ഓർഡർ പേ ആയിട്ട് പേയ്മെൻറ്റ് കിട്ടും. ടിപ്പ് ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്തിട്ട് പ്ലസ് 700 രൂപയും കൂടെ കിട്ടും. കാരണം ഞാൻ ഇങ്ങനെ ഈ കാർഡായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഈ കാർഡിൽ ഞാൻ ഓടി ഏൺ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ദിവസം ഇറങ്ങും, അടുത്ത ദിവസം ഇറങ്ങില്ല, അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഫെബ്രുവരിയിൽ ഒരു 2 ആഴ്ച ലീവ് എടുത്തതാണ് എനിക്ക് ഇത്രയും പണി വന്ന് പിടിച്ചത്. എന്നെ വീണ്ടും പാർട്ട് ടൈം കാർഡിലോട്ട് പിടിച്ചിട്ടിട്ട് ഇപ്പോൾ വീണ്ടും ഫുൾ ടൈമിലോട്ട് ഇട്ടു. അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ, അവിടെ ഈ ഒരു സ്റ്റാറിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ ലോങ് ഈ ചോപ്പ് കിടക്കണണ്ട, ഈ ലോങ് ചോപ്പ്, അതാ ഈ ഒരു വലിയ ലെവൽ, ഞാൻ ഈ കൈ വെച്ചിരിക്കുന്നതിൻ്റെ ഈ ഒരു വലിയ ലെവൽ, ഈ ചോപ്പ്, അതായത് ഈ ഒരു 2 ആഴ്ചത്തെ ലീവാണ് എനിക്ക് ഇത്രയും പണി കിട്ടിയത്. ഈ 2 ആഴ്ചത്തെ ലീവില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഫുൾ ടൈമിൽ തന്നെ കിടന്നേനെ. ഇതിപ്പോൾ ഇന്ന് രാവിലെ അശ്രദ്ധപൂർവ്വം കാണിച്ചു വെച്ച മണ്ടത്തരം, ഇത് ശിവരാത്രിക്ക് വന്നത്. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ. ഇതില്ലായിരുന്നെങ്കിൽ ഇത് 2 സ്റ്റാർ എനിക്ക് കിട്ടിയേനെ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഏകദേശം 111, 173 ആ റേഞ്ച് നിൽക്കണുണ്ട്. അപ്പോൾ ഇനി ആറ്റുകാൽ പൊങ്കാല വീക്കാണ്. സോ ആറ്റുകാൽ പൊങ്കാലയുടെ സിറ്റിയിൽ എല്ലാ ദിവസവും മിക്കപ്പോഴും ബ്ലോക്കാണ്. വൈകുന്നേരം ആ മണക്കാടൊക്കെ ചെന്ന് കയറി കൊടുത്ത് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഒരു വിധമൊക്കെയാണ് രക്ഷപ്പെട്ടത്. ഇനി അടുത്ത 10, 11, 12, 13, 14 ഈ 4 ദിവസത്തെ ജിഗും കിട്ടിയിട്ടുണ്ട്. സോ സ്പെഷ്യൽ ഡിന്നർ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ബട്ട് ഞാനത് നോക്കുന്നില്ല. കാരണം എനിക്ക് ഇതിൽ ഈ ഒരു സമയം 12-ാം തീയതിയും 13-ാം തീയതിയും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇതൊക്കെ പിടിച്ച് കട്ട് ചെയ്യേണ്ടി വരും. പീക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. 12-ാം തീയതി 7 to 9 രാത്രിയുള്ളതാണ്. 3 സ്റ്റാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ടാണ് 12-ാം തീയതി. കാരണം രാത്രി സിറ്റിയിൽ പലയിടത്തും റോഡ് ബ്ലോക്ക് ചെയ്യും. ആൾക്കാർ രാവിലെ പൊങ്കാല ഇടാൻ വേണ്ടി റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്ത് മൊത്തം ഇതാക്കും. സോ 12, 13 ഇത്തിരി ടഫ് പിടിച്ച കാര്യമാണ്. 14 കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 10, 11 ഇറങ്ങി അത്യാവശ്യം എമൗണ്ട് ഉണ്ടാക്കണം. ഇവരിവിടെ കാണിക്കുന്നത് ഈ പറഞ്ഞ 1150, 1205 ഒക്കെയാണ് ഇതിൽ കാണിച്ചിരുന്ന ഏണിങ്സ്. ചിലപ്പോൾ മേ ബി കൂടാം, ഫുള്ള് കിട്ടുകയാണെങ്കിൽ കൂടാം. ഇല്ല നമ്മുടെ ആ ഒരു സെക്കൻഡ് 16 പൊട്ടിയാലും മതി. ഞാൻ എന്തായാലും ഈ 2 ദിവസം ഇറങ്ങാം. പിന്നെ ഈ ഒരു 3 ദിവസം നമുക്ക് സ്റ്റാറിന് വേണ്ടി നിൽക്കാം. പേയ്മെൻറ്റിന് വേണ്ടിയല്ല, സ്റ്റാറിന് വേണ്ടി നിൽക്കാം. പിന്നെ ഇനി ശനി ഞായറും, അതായത് ശനി ഞായറും മാത്രമേ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ. കാരണം ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ ഒരു വീഡിയോസ് കറക്റ്റായിട്ട് കാണുന്നവർക്ക് സൊമാറ്റോയുടെ ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്വിഗ്ഗിയിൽ പുതിയ ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്വിഗ്ഗിയുടെ പുതിയ ഓഫർ. സോ സ്വിഗ്ഗിയുടെ പുതിയ ഓഫർ ഉണ്ടല്ലോ, സ്വിഗ്ഗിയുടെ പുതിയ ഓഫർ എന്ന് പറയുമ്പോൾ മാർച്ച് 10 തൊട്ട് 17 വരെ ഓർഡർ കണക്കിനാണ് അവർ ഓർഡർ കൊടുത്തിട്ടുള്ളത്. 6 ഓർഡറിന് 40 രൂപ, 10 ഓർഡറിന് 80 രൂപ, 16 ഓർഡറിന് 100 രൂപ, 22 ഓർഡറിന് 180 രൂപ, 35 ഓർഡറിന് 450 രൂപ. അത് പിന്നെ ഫ്രൈഡേ ടു സൺഡേ വരുമ്പോൾ 38 ഓർഡറിന് 540 രൂപ. 38 ഓർഡറൊക്കെ ഒരു ദിവസം എടുക്കുമ്പോൾ നമ്മൾ മൊത്തം ടയേർഡായിട്ട് പണ്ടാരടങ്ങിക്കോളും. പിന്നെ സ്വിഗ്ഗിയിലെന്ന് പറയുമ്പോൾ ചുമ്മാ മൾട്ടി അടിയാണ്, മൾട്ടിയാണ്. കാരണം സൊമാറ്റോയ്ക്ക് മൾട്ടി കുറവാണ്, സ്വിഗ്ഗിക്ക് എല്ലാം മൾട്ടിയാണ്. പിന്നെ കണ്ടീഷൻസ് വരെ എഴുതിയിട്ടുണ്ട്. ലഞ്ച് ഓർ ഡിന്നർ സ്ലോട്ട് മാൻഡേറ്ററി, അതായത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഡിന്നർ ഏതെങ്കിലും ഒരു സ്ലോട്ട് മാൻഡേറ്ററി ആയിരിക്കണം. പിന്നെ ഒരു അതർ സ്ലോട്ട് മാൻഡേറ്ററി, അതായത് ലഞ്ച് ഓർ ഡിന്നർ, പിന്നെ ഒരു അതർ സ്ലോട്ട്, അതായത് 2 സ്ലോട്ട് വേണം. ഇനി ലഞ്ച് സ്ലോട്ട് എന്ന് പറയുമ്പോൾ 11 AM to 4 PM ആണ് വരുന്നത്. ഡിന്നർ എന്ന് പറയുമ്പോൾ 7 തൊട്ട് 11 PM ആണ്. അതർ സ്ലോട്ട് ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്ക്, ലേറ്റ് നൈറ്റ്, ഇതിലേതെങ്കിലും ഒരു സ്ലോട്ട് വേണം. അപ്പോൾ 2 സ്ലോട്ട് ഉറപ്പായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡെയിലി ഇൻസെൻറ്റീവിൻ്റെ പാർട്ടാവാൻ പറ്റത്തുള്ളൂ. സോ ഡിസ്റ്റൻസ് പേ, ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എൻജോയ് ഹയർ മൈൽ പേ, ഇതെങ്കിലും ബെറ്റർ ആയിരുന്നാൽ മതി സ്വിഗ്ഗിയിൽ. ഞാൻ പിന്നെ സ്വിഗ്ഗിയിൽ പോകുന്നില്ല, നമ്മൾ പിന്നെ സൊമാറ്റോ തന്നെയാണ് അന്തും ഇന്നും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.